മനോജ് ഇപ്പോൾ ശരി കോൺഗ്രസിന്റെ സമരത്തെ നിങ്ങൾ വിമർശിച്ചോളൂ, അത് വേറൊരു പാർട്ടാണ്, അത് നമുക്ക് വിമർശിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഈ ജനങ്ങളെ സംബന്ധിച്ച് ഊര് പേടിച്ചിട്ടാണ് ഈ മനുഷ്യരൊക്കെ അവിടെ താമസിക്കുന്നത്. ഒരുപാട് മനുഷ്യർ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ ഈ വയനാട് ജില്ലയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ എറണാകുളത്തിന്റെ മലയോരത്തുണ്ടാകുന്ന പ്രശ്നമല്ല. കേരളത്തിലെ ആകമാനം മലയോര മേഖലകളിൽ ഈ പ്രശ്നമുണ്ട്. വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്, കൃഷി നശിപ്പിക്കുന്നത് വ്യാപകമാണ്, മനുഷ്യന്റെ ജീവൻ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ അവിടുത്തെ സാമൂഹ്യ സാഹചര്യം തന്നെ മാറുകയാണ്. ജീവൻ പേടിച്ച് എപ്പോൾ കൊല്ലപ്പെടുമെന്ന് പേടിച്ച് കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എത്ര ഭീതിതമാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു പരിഹാരം ചോദിക്കുമ്പോൾ കേന്ദ്ര വന്യജീവി നിയമം അവിടെ നിൽക്കുകയല്ലേ, നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ഒഴിവാകലാണ്, രക്ഷപ്പെടലാണ്. അതിനപ്പുറത്ത് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സർക്കാരിന് ആലോചിച്ചുകൂടാ? അതൊരു പ്രയോറിറ്റിയായി വരാത്തത് കൊണ്ട്, അതൊരു മുഖ്യ പരിഗണനാ വിഷയമാകാത്തത് കൊണ്ടല്ലേ നമുക്കിപ്പോഴും ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന നിലയിലേക്ക് പറയേണ്ടി വരുന്നത്. അഭിലാഷേ, ഈ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്, പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. പക്ഷേ ഈ പ്രതിഷേധത്തിൽ വിഷം കലർത്തുകയാണ്, ഈ പ്രതിഷേധത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കുടിപിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അബിൻ വർക്കി എന്തോ വലിയ മഹത്തായ കാര്യം പോലെയാണ് അവർ DCC പ്രസിഡന്റിനെ ന്യായീകരിച്ചത്. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഇന്നലെ പ്രക്ഷേപണം ചെയ്തതാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഷിയാസ് എന്ന് പറയുന്ന ആ DCC പ്രസിഡന്റ് ഒരു തെരുവ് ഗുണ്ടയെ നാണിപ്പിക്കുന്ന വിധത്തിൽ അവിടെ പ്രവർത്തിച്ചത്? ഗുണ്ടകൾ നാണം കെട്ടുപോയിട്ടില്ലേ? ഇന്നലെ DYSPയെ പിടിച്ച് തള്ളുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നു, തെറി വിളിക്കുന്നു, എന്നിട്ട് ബലമായിട്ട് ഇൻക്വസ്റ്റ് നടപടി തടസ്സപ്പെടുത്തി, പോസ്റ്റ്മോർട്ടം തടസ്സപ്പെടുത്തി, ആ ഹോസ്പിറ്റലിലുള്ള മൃതദേഹം എടുത്തിട്ട് അങ്ങോട്ട് യാത്ര നടത്തുകയാണ്. എങ്ങോട്ടാണ് ഈ ബോഡി എടുത്തവർ പോകുന്നത്? അപ്പോൾ ഇതാണ് രാഷ്ട്രീയ നാടകം. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഞാനല്ല ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞത്. രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സാണ്. നമ്മളെല്ലാവരും കൂട്ടായി ആലോചിക്കേണ്ട കാര്യം എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടാം, എന്താണ് പോംവഴി എന്ന് നിങ്ങൾ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത്, ഇപ്പം അബിൻ വർക്കി പറഞ്ഞത് അതിന് വേലി കെട്ടണം എന്നൊക്കെയാണ്. ഇതൊക്കെ വേലി കെട്ടിയിടങ്ങളിലെ പാർല ഫാം എത്ര തവണ വേലി കെട്ടി? അപ്പോൾ ഇതൊക്കെ കാട്ടാന ചവിട്ടിപ്പൊളിക്കും. ഇപ്പം കാട്ടാനയാണെങ്കിൽ വെടിവെക്കാനും പറ്റില്ല. ഇവരുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കാട്ടാനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 72 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നിയമങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് ഭേദഗതി വരുത്താതെ എന്ത് പോംവഴി? ആള് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. വെടിവെച്ച് കൊല്ലുന്ന ഉദ്യോഗസ്ഥനെതിരായിട്ട് പിന്നീട് കേസ് വരും. നിരവധി കേസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കത്തോലിക്ക കോൺഗ്രസ് പ്രതി പറഞ്ഞ ഞാനെന്തോ രാഷ്ട്രീയം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? കർണാടകയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആനയെ ഒട്ടിക്കൊന്നല്ലോ. എന്താ കർണാടകയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രസിഡന്റ് ഇല്ലേ? കർണാടകയിലെ എന്തുകൊണ്ട് ശവഘോഷയാത്ര നടത്തിയിട്ടില്ല? കർണാടകയിൽ എന്തുകൊണ്ട് സമരം വിളിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. തമിഴ്നാട്ടിൽ ഇവർക്ക് കോൺഗ്രസിന് ശക്തിയില്ലേ? തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഒരു ചെറിയ പ്രകടനം പോലും നടന്നിട്ടില്ലല്ലോ. ഇപ്പൊ കേരളത്തിലാവുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നടത്തും, ഇതൊക്കെ പിണറായി വിജയന്റെ കുറ്റം കൊണ്ടാണ്, കഴിവുകേട് കൊണ്ടാണ് എന്ന് വരുത്തിർക്കാൻ രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഈ കാര്യങ്ങളൊക്കെ കാണണം. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസ് ആണ്. നമുക്ക് കൂട്ടായി ആലോചിക്കേണ്ടതാണ്. ഒരു പ്രതിഷേധത്തിനും ഞങ്ങൾ എതിരല്ല. ജനാധിപത്യപരമായ നിലയിൽ ജനങ്ങൾ പ്രതിഷേധിക്കും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന മലയോര മേഖലയിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളില്ലേ? ആന വരുമ്പോൾ CPM വോട്ട് ചെയ്യുന്ന ആളാണ്, പിന്നെ നിങ്ങളെ കുത്തില്ല എന്ന് പറയോ? കടുവ ഇറങ്ങുമ്പോൾ ഇത് CPM കാരനാണെന്ന് അയാളെ മാറ്റി നിർത്തുമോ? ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്, ഇത് നമ്മളുടെ പ്രശ്നമാണ്. നമ്മളെല്ലാം കൂട്ടായി നേരിടേണ്ട പ്രശ്നമാണ്. ആരാ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത്? ആരാ ഈ സമര നാടകം ഇവിടെ കളിച്ചത്? അതല്ലേ ഇവിടെ ഈ നിലയിൽ ചർച്ച പോയത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ചെയ്യും. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം ആർല ഫാമിൽ ആന മതിൽ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ആ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിന്റെ വനാതിർത്തി മുഴുവൻ ഇതുപോലെയുള്ള മതിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. അത് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനമാണ്, മൃഗങ്ങളുടെ പെരുകലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിനൊക്കെ നിരവധിയായ പഠനങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര ലാഘവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന ഏർപ്പാട് പോലെ എളുപ്പമല്ല ഈ കാര്യങ്ങൾ പരിഹരിച്ചു പോക്ക്. അതിപ്പോ ഇന്ന് ഈ ഗവൺമെന്റ് മാറിയിട്ട് നാളെ ഇപ്പോ അബിൻ വർക്കിയുടെ പാർട്ടി നേതൃത്വം കൊണ്ട് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് ഭരിക്കുന്നത് പിന്നെ കാട്ടിലിറങ്ങണ്ട എന്ന് ആന തീരുമാനിക്കില്ല. ശരി, വിഷയം സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ആര് ഭരിക്കുന്നു നോക്കിയിട്ടാണോ ആന ഇറങ്ങുക? ശരി.